തൃശൂർ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ യുവാവ് മരിച്ച സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് എതിരെ ആരോപണമുയരുന്നു. ശ്രീജിത്തിനെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ടിടിയോട് പറഞ്ഞിരുന്നെന്ന് ട്രെയിനിൽ ശ്രീജിത്തിന് പ്രാഥമിക ചികിത്സ നൽകിയ ഡോക്ടർ അഭിനവ് ഷാജി 24നോട് പറഞ്ഞു. മെഡിക്കൽ സൗകര്യങ്ങൾ മുളകുന്നത്തുകാവ് സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ടെന്നായിരുന്നു മറുപടി കിട്ടിയത്. സ്റ്റേഷൻ മാസ്റ്റർ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യാനാണ് ധൃതി കാണിച്ചതെന്നും ഡോക്ടർ 24നോട്. വിഷ്ണു സുരേഷിന്റെ റിപ്പോർട്ട് മുളകുന്നത്തുകാവിൽ നിന്ന്. കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ ഒരു ട്രെയിനിൽ വെച്ച് യുവാവ് കുഴഞ്ഞു വീഴുകയും പിന്നീട് വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ഒക്കെ ചെയ്തത്. ഏറ്റവും ഒടുവിൽ മുളകുന്നത്തുകാവ് സ്റ്റേഷനിലേക്ക് ആ ട്രെയിൻ നിർത്തി യുവാവിനെ പുറത്തെത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ വെച്ച് ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ ആ യുവാവിന്, ശ്രീജിത്ത് എന്ന യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. അത് റെയിൽവേ കൈയൊഴുകിയാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ കൃത്യമായ നടപടികളൊക്കെ സ്വീകരിച്ചു എന്നാണ് റെയിൽവേ പറയുന്നത്. അന്ന് ആ സംഭവങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയാകുകയും പ്രാഥമിക ചികിത്സ ശ്രീജിത്തിന് നൽകുകയും ചെയ്ത ഡോക്ടർ അഭിനവാണ് നമുക്ക് ഒപ്പം ചേരുന്നത്. ഈ കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ഷൊർണൂരിൽ നിന്നാണ് ഞാൻ കയറിയിരുന്നത്. ഓക്ക എറണാകുളം എക്സ്പ്രസ്സിൽ ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഷൊർണൂരിൽ നിന്ന് കയറി ഒരു വിത്തിൻ ഒരു 2-3 മിനിറ്റിൽ ശേഷം എൻ്റെ ബർത്തിനോട് ചേർന്ന് തൊട്ടടുത്ത് പെട്ടെന്ന് ആൾക്കാർ ഓടിക്കൂടുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നപ്പോഴാണ് നോട്ടീസ് ചെയ്തത് ഒരു യുവാവ് പെട്ടെന്ന് അപസ്മാരം വന്നിട്ട് കുറച്ച് റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കണ്ടത്. ആദ്യം പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് ആളെ സെക്യൂർ ചെയ്യുക, അയാളുടെ എയർവേ സെക്യൂർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ആളെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, ഇടത് സൈഡ് ചേർത്ത് കിടത്തി ആളുടെ കഴുത്തും ബോഡിയും ഇടത് സൈഡിലേക്ക് ചേർത്ത് കിടത്തി ആ എയർവേ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ആൾക്ക് വിറ്റ്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സെക്രീഷൻസ് ലോഡായി കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ പൊസിഷൻ ഏകദേശം 45-50 സെക്കൻഡോളം ആ പൊസിഷനിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനുശേഷം വിറ്റ്സ് നിൽക്കുകയും ചെയ്തിരുന്നു. ഏകദേശം ഈ ഒരു മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ആള് കുറച്ചുകൂടി മോശം കണ്ടീഷനിലേക്ക് പോവുകയുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ പൾസ് ചെക്ക് ചെയ്തപ്പോൾ ആൾക്ക് പൾസ് ഇല്ലാതാവും, ഒരു കാർഡിയക് അറസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോയത്. ഉടനെ തന്നെ ഞാൻ ആളെ നോർമൽ പൊസിഷനിലേക്ക് കിടത്തി CPR സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഏകദേശം ഒരു 1-2 സൈക്കിളിനുള്ളിൽ തന്നെ എനിക്ക് പൾസ് തിരിച്ചു കിട്ടിയിരുന്നു ആളെ. എന്നിരുന്നാൽ പോലും നമുക്ക് ആ സമയത്ത് മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ TTയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്താണ് അടുത്ത ഓപ്ഷൻ, അത് ഏർലി സ്റ്റേഷൻ എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് എന്നൊക്കെ ചോദിക്കും. വടക്കാഞ്ചേരി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല, മുളകുന്നത്തുകാവ് നമുക്ക് മെഡിക്കൽ കോളേജ് അടുത്തുണ്ട്, അവിടെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ അവൈലബിൾ ആക്കും എന്നുള്ള മറുപടിയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. ഏകദേശം മുളകുന്നത്തുകാവ് എടുക്കാൻ ആ സമയമായപ്പോൾ ഞാൻ ഒന്നും കൂടി ചോദിച്ചു, എല്ലാം അവൈലബിൾ അല്ലേ, ഇല്ല നമുക്ക് ഇറക്കാൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അവരെല്ലാം ഓക്കെ ആണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ മുളകുന്നത്തുകാവ് സ്റ്റേഷനിൽ വണ്ടി നിർത്തി അതിനുശേഷം നമ്മൾ ഒരു 5-6 പേരുടെ ഹെൽപ്പോട് കൂടി, യാത്രക്കാരുടെ ഹെൽപ്പോട് കൂടി പുറത്തേക്ക് ഇറക്കി. ഞാൻ ആ സ്റ്റേഷനിൽ കണ്ട അനുഭവം വളരെ ഒരു ശോചനീയമായ അവസ്ഥയായിരുന്നു. ആ സ്റ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ അറ്റത്തേക്ക് കാണുന്നത് പോലുമില്ല. ഒരു തരത്തിലുള്ള സപ്പോർട്ടും അവിടെ ഇല്ലായിരുന്നു. നമ്മൾ ആ യാത്രക്കാരെല്ലാവരും ചേർന്നിട്ട് ആളെ കയ്യിൽ തൂക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. അത്രയും ആൾക്കാർ ഇറങ്ങി വന്നു ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ വഴിയുണ്ടോ എല്ലാ ആൾക്കാരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വഴിയിൽ എല്ലാവരും ഇറങ്ങി വരുന്ന സമയത്ത് ഈ ട്രെയിൻ മൂവ് ചെയ്യാനാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓർഡർ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ പിന്നെ അവർ പ്രശ്നം ഉണ്ടാക്കുകയും ചെയിൻ വലിക്കുകയും ട്രെയിൻ സ്റ്റോപ്പാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ ഈ ഒരു പേഷ്യൻ്റെ മുകളിലാണ്. ഞാൻ അവിടുന്ന് ആളെ ആ സെയിം പൊസിഷനിൽ കീപ്പ് ചെയ്തു. അപ്പോൾ അവിടെ ബഹളങ്ങൾ നടക്കുന്നുണ്ട്, ഒന്നും അവൈലബിൾ അല്ല, അറേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ സങ്കടം നിറഞ്ഞ കാര്യമാണ്. ഒരുപക്ഷെ ഒരു അരമണിക്കൂറോ അല്ലെ ഒരു സ്ട്രെച്ചറോ ആംബുലൻസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ 26-കാരൻ ഇന്നും ജീവിതത്തിൽ നമുക്കൊപ്പം ഒക്കെ ഉണ്ടായിരുന്നു. ഇതാരാണ് പരസ്പരം പഴിചാരുന്നതിനപ്പുറം ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.